शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् जगत्सर्वं तस्मै श्रीगुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसन्दकम्। उल्लङ्घ्य सिन्धो सलिलं सलीलं यशोगवह्निं जनकात्मजायाम् आदाय तेनैव ददाहलङ्गां नमामि प्राञ्जलिरञ्जनेयम्। श्रीगुरुभ्यो नमः श्रीगुरुभ्यो नमः श्रीगुरुभ्यो नमः। अरुणगिरणजालीरञ्जितासावकाशाभिधृतजपपट्टिका पुस्तकाभीतिहस्त इतरकरवराढ्याभुल्लकल्हारसंस्था निवसतु प्रतिबाला नित्यकल्याणशीला। श्रीगुरुभ्यो नमः। अमृतेश्वरी नमः। प्रशान्तिनिवासं मम प्राणनाथं പ്രണാമം 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 പ്രണാമം. ദശരഥൻ മരിച്ചു. വാർത്ത ഭരതനെ അറിയിച്ചു. ഭരതൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. കഥാസാരം പറയുക. അമ്മയെ ധാരാളം ശകാരിച്ചു. അതിനുശേഷം അമ്മയാണ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമെന്നും തൻ്റെ പ്രാണപ്രിയനായ ജ്യേഷ്ഠൻ രാമനും സീതയും ലക്ഷ്മണനും പുറത്തുപോയതിന് കാരണക്കാരി അമ്മയാണെന്നറിഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ട് കഠിനമായ വാക്കുകളും പുരുഷ വാക്കുകളും ആ പുത്രൻ അമ്മയുടെ നേർക്ക് ഉപയോഗിച്ചു. ഭരതൻ വന്ന വാർത്ത കേട്ട് വസിഷ്ഠാദികളെത്തി ഉപദേശിച്ചു. ഉപദേശത്തിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞു, നീ എന്തിനാണ് കരയണത്? ജനിച്ചാൽ മരണം ഉറപ്പാണ്. വിഡ്ഢികളാണ് മരണത്തെ ഓർത്ത് കരയുന്നത്. കരയേണ്ടാത്ത ഒന്നുണ്ട്, അതിനെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞ് സ്വന്തം കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കുന്ന രംഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ത്വം ശോചസി വൃഥൈവ ത്വമശോച്യം മോക്ഷഭാജനം ആത്മോ നിത്യോ വ്യയശുദ്ധോ. കേൾക്കാമോ? മുഴക്കം മാത്രമുള്ളോ? ഇനി പണ്ട് കഥകളി കണ്ട പോലെ ബാലി വന്നു, സുഗ്രി വന്നു, പിന്നറ്റുണ്ട് വേഷം വന്നു എന്ന് പറഞ്ഞ പോലെ ആകുന്നത്. ഇത് 7ാമത്തെ സർഗം 95ാമത്തെ ശ്ലോകം. അയോധ്യാകാന്ഡം. അയോധ്യകാന്ഡത്തിൽ 7ാമത്തെ സർഗത്തിൽ 95, 96ാമത്തെ ശ്ലോകം കണ്ടോ? 95, 95. 7ാമത്തെ അയോധ്യാകാന്ഡം 7ാം സർഗം. കിട്ടിയോ? ത്വം ശോചസി വൃഥൈവ. കണ്ടോ? ചിലപ്പോൾ നമ്പർ അങ്ങോട്ടൊക്കെ മാറും.
പാഠഭേദമനുസരിച്ച്. ത്വമശോച്യം മോക്ഷഭാജനം ആത്മാ നിത്യോ അവ്യയഃ ശുദ്ധോ ജന്മനാശാദിവർജിതഃ ശരീരം ജഡമധ്യത്രം അപവിത്രം വിനശ്വരം വിചാര്യമാണേ ശോകസ്യ നാവകാശ കഥഞ്ചന. അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകതയാണ് ആ കഥയിലൂടെ നമ്മളിപ്പോൾ ശീലിക്കേണ്ട കുറേ കാര്യം കൂടെ പറഞ്ഞു തരികയാണ്. ത്വം ശോചസി വൃഥാ ഏവ, നീ വെറുതെ കരയാണ്. പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾ വെറുതെ കരയാണ്. കരയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കരയാണ്. പണ്ടൊരു ഒരു പട്ടിക്കുട്ടിയുടെ കഥ പറയും. ആ പട്ടിക്കുട്ടി എന്നും രാവിലെ എഴുതിയിട്ട് ഇങ്ങനെ കരയും. അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ അത് മുള്ളിൻ്റെ മുകളിൽ പോയി ഇരുന്നിട്ടാണ് കരയണേ. എന്നാൽ പിന്നെ മുള്ളിൻ്റെ മുകളിൽ പോയി ഇരിക്കാൻ മേലെ പറ്റില്ല, അത് ശീലിച്ചു പോയി. നമുക്കും അത് തന്നെയാണ്. നമുക്ക് കുറച്ചൊരു കരഞ്ഞില്ലെങ്കിൽ ഒരു ദുഃഖമാണ്. ഒരു ഈ മിത്രൻ നമ്പൂരിപ്പാട് പറയാറുണ്ട്, ചന്ദ്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നവർ എപ്പോഴും മനക്ലേശമായിരിക്കും. ഒരു പ്രശ്നമില്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം ഉണ്ടായില്ലോ, ഇനി വരുമോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കും. ഇത് മനസ്സിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഇതറിഞ്ഞാൽ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ ദുഃഖത്തിന് കാരണമില്ല നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ശോകത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ശോകത്തിൽ നിന്നും മാറുന്ന പ്രശ്നേ ഉദിക്കുന്നില്ല. ഭാഗവതമാണെങ്കിലും രാമായണമാണെങ്കിലും എല്ലാം നമ്മളെ കാണിച്ചു തരുന്നതാണ്. എൻ്റെ ദുഃഖത്തിന് കാരണക്കാരൻ ഞാനാണ്, അതിന് പരിഹാരം ഉണ്ടാക്കുന്ന നീയാണ്. ആ പരിഹാരം ഉണ്ടാക്കാനുള്ള വഴിയും അതിനുള്ള കരുത്തും ഭഗവാൻ കാണിച്ചു തരും. ആ ഫാൻ ഇട്ട് കൊടുക്കാമെങ്കിലേ ഈ അമ്മമാർക്ക് ഒരു ഫാൻ. അപ്പോൾ നീ വെറുതെയാണ് ദുഃഖിക്കണത്. ത്വം അശോച്യം മോക്ഷഭാജനം. ആരെക്കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത്? നിൻ്റെ അച്ഛനെക്കുറിച്ച്. അദ്ദേഹത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ശാന്തി അടഞ്ഞ ആളാണ്. മോക്ഷഭാജനം, മോക്ഷം ശാന്തി കിട്ടിയ ആളാണ്. ഗീത ഭഗവാന്റെ തുടങ്ങണ എങ്ങനെയാണ്? അർജുന, നീ വലിയ ആൾക്കാരെ പോലെ വർത്തമാനം പറയുന്നത്. അറിവുള്ളവൻ ഇരിക്കുന്നവരെക്കുറിച്ചും ദുഃഖിക്കാറില്ല, പോകുന്നവരെക്കുറിച്ചും ദുഃഖിക്കാറില്ല. നമുക്ക് 2 ദുഃഖമുള്ളൂ. ഒന്ന് നമ്മുടെ കൂടെ ഉള്ളവരെ കുറിച്ച്, ഒന്ന് നമ്മുടെ ഇത് പോയവരെ കുറിച്ച്. വേറെ എന്നാ ദുഃഖമുള്ളേ? പോയവരെ കുറിച്ചിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല, അവർ പോയി. ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല, വേസ്റ്റാണ്. ഉള്ളവരെക്കുറിച്ചും ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഉള്ളവൻ അവൻ്റെ പ്രാരബ്ധം അനുഭവിക്കുകയാണ്, നമ്മളും നമ്മുടെ പ്രാരബ്ധം അനുഭവിക്കുകയാണ്. ഇതറിയാമെങ്കിൽ ആ പ്രാരബ്ധത്തെ പറ്റുന്ന വിധത്തിൽ നമ്മൾ സഹായിച്ചു കൊടുത്താൽ മതി. ഏതാ ആ പ്രാരബ്ധം അവരെ കടന്നു പോകാൻ അവരൊന്ന് സഹായിച്ചു കൊടുക്കുക ഭഗവത് കൃപയോടുകൂടി. ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു അമ്മയാണ്, വള്ളിക്കാവിലുണ്ടായിരുന്നതാണ്. ഒരു മകനേ ഉള്ളൂ. നല്ല രീതിയിൽ ജീവിച്ച ഒരു കുടുംബം. പെട്ടെന്ന് സാമ്പത്തികമായ പ്രശ്നമുണ്ടായി, വല്ലാതെ ക്ലേശമായിപ്പോയി. നല്ല രീതിയിൽ ജീവിച്ചവർ പെട്ടെന്ന് ഒരു മുറിയിൽ അവിടെ ഒതുങ്ങി ജീവിക്കേണ്ടി വന്നു. ആ സമയത്ത് അമ്മയോടും താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കഷ്ടിമുഷ്ടി പോയി ഈ കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കി. ഈ കുട്ടി വിദേശത്ത് ജോലി കിട്ടി, നല്ല പൊസിഷനിലായി. 19 വയസ്സുള്ളപ്പോൾ ഒരു ജോലിയും കിട്ടി. ഇവൻ പോയതിന് ശേഷം എൻ്റെ അമ്മ ഫോൺ ചെയ്തിട്ടില്ല. ഇവർ ജീവിച്ചു മുഴുവൻ അവന് വേണ്ടിയിട്ട്. ഇവരെന്നും ചെന്ന് നമ്മോട് സങ്കടം പറയും, അമ്മ അവൻ എന്നെ ഉപേക്ഷിച്ചതോ. ഇവർക്ക് വേറെ ആരും ഇല്ല. നമുക്കിപ്പോൾ പറയുമ്പോൾ ഇതൊക്കെ എന്താ അങ്ങനെ വിഷമിക്കണമെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ആ അമ്മയുടെ ദുഃഖം ആലോചിച്ച് നോക്കൂ. സാറിന് അമ്മയോട് ഒന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു ദിവസം രാത്രി 12 മണി 1 മണിയായപ്പോഴാണ് ദർശനം കൊടുത്തുകൊണ്ടിരിക്കുക. മോള് ഫോൺ വിളിച്ച് തരാൻ പറഞ്ഞു അവനെ. ആരെയാ? അമേരിക്കയിലുള്ള പയ്യനെ ഫോൺ ചെയ്ത് കൊടുത്തു. പിന്നെ അങ്ങേ തലയ്ക്കിരുന്ന് ജോലി ചെയ്യാമല്ലോ. മക്കളേത് അമ്മയാടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി. വള്ളിക്കാവലമ്മയാണ് വിളിക്കണേ. എടാ നീ എന്തിടാ നിൻ്റെ അമ്മയെ വിളിക്കാത്ത? എനിക്ക് തോന്നണില്ല അമ്മയെ വിളിക്കാൻ. അവ സത്യമായിട്ടും എനിക്കങ്ങനെ തോന്നണ്ടേ വിളിക്കാൻ. ഞാൻ മാസം പൈസ അയച്ചു കൊടുക്കണ്ട്, വിളിക്കാൻ തോന്നണം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. അതിവിടെ ചങ്കുപൊട്ടി വെന്തിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ കാലം വിളി വരാൻ വന്നു. വീണ്ടും അമ്മയോടൊന്ന് പറഞ്ഞു. അന്ന് അമ്മ പറഞ്ഞാൽ ആ ഒരു വാക്ക് പറയാൻ എത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞേ. അന്ന് അമ്മ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ജോലി ചെയ്തു കഴിഞ്ഞു. ഏതാ ജോലി? വളർത്തുക,
പഠിപ്പിക്കുക, ജോലി മേടിച്ചു കൊടുക്കുക. അവൻ അവൻ്റെ പ്രാരബ്ധമായിട്ട് ജീവിക്കട്ടെ. നീ നിൻ്റെ പ്രാരബ്ധമായി ഇവിടെ ജീവിക്കൂ. ഈ അറിവ് ഉള്ളിലുണ്ട് എങ്കിൽ നമ്മളെന്താ, നമ്മളെ നോക്കാത്തതിനെക്കുറിച്ചോ ശ്രദ്ധിക്കാത്തതിനെക്കുറിച്ചോ എതിർത്തവരത്തെക്കുറിച്ചോ നമ്മൾ ദുഷിച്ച വാക്ക് പറയില്ല. ദുഷിച്ച വാക്കോ വല്ലതും പറഞ്ഞാൽ നമുക്ക് തന്നെ ദോഷം, അവർക്കല്ല. ആദ്യത്തെ ദോഷം നമുക്കാ. അത് ശരിയാവല്ലേ എന്ന് പറയുമ്പോൾ ശരിയാവണ്ട എന്ന സങ്കല്പം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണേ. ചാണക്യം പറയും, വിഷത്തേക്കാൾ കട്ടിയാണ് വിഷമെടുത്ത പാത്രം. കാരണം വിഷം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുമല്ലായിരുന്നു അതിൻ്റെ അകത്ത്. അതുപോലെ നമ്മുടെ ഉള്ളിൽ വിദ്വേഷമുള്ളപ്പോൾ നമ്മൾ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന വിഷത്തേക്കാൾ അപകടകരമാണ് ഇത് സൂക്ഷിച്ച നമ്മുടെ മനസ്സ്. നമ്മൾ കൂടുതൽ ഹർട്ട് ചെയ്യും. അമ്മയുടെ ഒരൊറ്റ വാക്കിൽ ഒരു വലിയ മഹാദർശനമാണ്, നീ നിൻ്റെ പ്രാരബ്ധം ഇവിടെ നിന്ന് അനുഭവിക്കുക. എന്നിട്ട് ഞാനിവിടെ ഇല്ലേ? അവനവൻ്റെ പ്രാരബ്ധമായിട്ട് ജീവിക്കട്ടെ, അവനെ വിടുത വിടൂ. ഇപ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യേണ്ട, പോക്ക് വേണ്ട. പക്ഷേ ഒന്നും പെർമനൻ്റ് അല്ല എന്ന അറിവുണ്ട് എങ്കിൽ നഷ്ടപ്പെടുമ്പോഴും അതാണ് അശോച്യാൻ അന്യശോചസ്ത്വം. കൂടെ ഉള്ളവനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കില്ല, പോയവനെക്കുറിച്ച് ദുഃഖിക്കില്ല. പിന്നെ കൂടെ ഉള്ളവർ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അതിനും ഈശ്വരൻ്റേതായ കണക്കുകളുണ്ടാവും. ഷിഡിബാവ് പറയും, ആരും വെറുതെ ആരുടെ മുന്നിലും വരുന്നില്ല, കയ്യിൽ നീട്ടുന്നില്ല. ആരും ആരുമായി വെറുതെ ബന്ധപ്പെടുന്നുമില്ല. നമ്മൾ തമ്മിൽ എന്തൊക്കെയോ കണക്ക് തീർക്കാനാണ് അച്ഛനും മകനും മക്കളും കൂട്ടുകാരും കൂട്ടുകാരിയും കടക്കാരനും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്, ഡോക്ടറും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ബ്രിയാൻ ബീസിൻ്റെ ഒരു പുസ്തകമുണ്ട്, മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഹിപ്നോട്ടൈസ് ചെയ്ത പെൺകുട്ടി അവളുടെ 60 ജന്മങ്ങളിലെ കഥ പറയുന്നുണ്ട്. അപ്പോൾ കാതറിൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. 27 വയസ്സുണ്ട്, ഡിപ്രഷനായിട്ടാണ്. അവിടെ തന്നെ ഒരു ഉദ്യോഗസ്ഥയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ ഹിപ്നോട്ടിസ് മോഹനിദ്രയിൽ കിടക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നീ എന്ത് എൻ്റെ അടുത്ത് വരാൻ കാരണം? ഹിപ്നോട്ടിക് നിദ്രയിൽ അവൾ കിടക്കുകയാണ്. അന്നേരമാണ് ചോദിക്കുന്നത്, അതെ ഒരു ജന്മത്തിൽ അങ്ങ് എൻ്റെ മാത്തമാറ്റിക് പ്രൊഫസറായിരുന്നു, ആ റിലേഷൻ വെച്ചാൽ ഞാൻ വന്നത്. അപ്പോൾ ഷിർഡി ബാബ പറഞ്ഞ കാര്യം, നിൻ്റെ മുമ്പിൽ ആരെങ്കിലും കൈ നീട്ടുന്നുണ്ടെങ്കിൽ നീയും അവനും തമ്മിൽ ഏതോ ജന്മത്തിൽ എന്തോ ഒരു കണക്കുണ്ട്, ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കുരയ്ക്കരുത്. നമ്മൾ യാദൃച്ഛികമായിട്ട് ആരെയും കണ്ടുമുട്ടുന്നില്ല. ഒരു ജീവജാലങ്ങളെ, മനുഷ്യനെ മാത്രമല്ല, ആരെയും കണ്ടുമുട്ടുന്നില്ല. ഏതോ കണക്ക് തീർക്കാൻ വന്നേക്കണയാണ്. അപ്പോൾ ഉള്ളിൽ ദേഷ്യം വന്ന് ഇതോ ഓർത്താൽ മതി, പഴയ കണക്കായിട്ട് വന്നേക്കണേ. അതൊക്കെ തീർത്താൽ എന്താ, അവരും മോചനം നേടി, ഞാനും മോചനം നേടി. അതാണ് വസിഷ്ഠ ഭഗവാൻ പറയുന്നത്. മോക്ഷഭാജനം, അദ്ദേഹം ശാന്തി അടഞ്ഞു, അശോച്യനാണ്, അദ്ദേഹത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനി എന്തുകൊണ്ട്? ആത്മാവ് നിത്യഹ, നിത്യനാണ്, ഒരിക്കലും നാശമില്ലാത്തവനാണ്. അവ്യയഹ, വ്യയമില്ലാത്തവനാണ്, കുറവ് വരുന്നില്ല അതിന്. ശുദ്ധഹ, പരമപവിത്രമാണ്. ജന്മനാശാദിവർജിത, അതിന് ജന്മവുമില്ല നാശവുമില്ല നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന്. ഇനി നേരെ തിരിച്ച് ശരീരം, അത് ജഡമാണ്. ശരീരം ജഡമാണെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? നമ്മുടെ ഈ നഖമൊന്ന് വെട്ടി താഴെ ഇട്ടേ, പിന്നെ നമുക്കത് അറപ്പല്ലേ? ഈ വിരലിരുന്നപ്പോൾ അറപ്പായിരുന്നു, എന്നിട്ട് നമ്മളിങ്ങനെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്ത സാധനമാണ്. ഇത് താഴെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യുമോ? ഈ ചൈതന്യത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന കാലം മാത്രമേ ഇതിന് ആദരവുള്ളൂ. ദുച്ചുരദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ കൈയൊക്കെ ആംപുട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു നിൽക്കുക. ഇത്രയും കാലം ഭക്ഷണം വാരിത്തന്ന സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുമോ? കൈ മുറിഞ്ഞു പോയി, തുന്നിപ്പിടിപ്പിക്കാൻ പറ്റിയില്ല. ഡോക്ടർ ഇത്രയും കാലം സൂക്ഷിച്ച ശാപ്പാട് എന്ന സാധനമല്ലേ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാം. ഈ ചൈതന്യത്തിൽ നിന്നും അത് അകന്നു കഴിഞ്ഞാൽ അത് ജഡമാണ്. ഓരോ രാത്രിയിലും സുഷുപ്തിയിലും ശരീരത്തിൻ്റെ ആ ജഡാവസ്ഥ നമ്മൾ നേരിട്ടറിയുന്നുണ്ട്. ആ ശരീരം ജഡമാണ്. പിന്നെയോ അത് അത്യർത്ഥം വളരെ കൂടുതൽ അപവിത്രം വിനശ്വരം, പവിത്രമല്ല. വിവേകൻ സ്വാമിയുടെ കൂട്ടുപിടിച്ച പെട്ടെന്ന് മനസ്സിലാവും. ഈ നവദ്വാരങ്ങളിൽ നിന്നും പുറത്തു വന്ന ഒന്നിനോട് പോലും നമുക്ക് തൊടാൻ പോലും കൊള്ളില്ല. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെ 9 ദ്വാരം ഉണ്ടല്ലോ, ഈ 9 ദ്വാരങ്ങളിലും പുറത്തു വരുന്ന ഏതെങ്കിലും ഒന്ന് നമ്മുടെ കൈകൊണ്ട് പോലും നമുക്ക് തൊടാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ അകത്തെ ഉള്ള സാധനം എന്തൊക്കെയാണ്?
ആണ് ശ്രീശങ്കരൻ പറഞ്ഞത്. ഇതിന് തോലുകൊണ്ടൊരു സഞ്ചിയിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ പണ്ടേ കാക്ക കൊത്തി കൊണ്ടുപോകുമായിരുന്നു. അപവിത്രം വിനശ്വരം, നശിക്കുന്നുള്ള വിശേഷേണ നാശമുള്ളതാണ്, നശിക്കുന്നുള്ള ഗ്യാരണ്ടീഡാണ്. വിചാര്യമാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തിന്, ബുദ്ധിയുള്ള ഒരുവന് ശോകത്തിന് അവകാശന, ദുഃഖിക്കാൻ അർഹതയില്ല. കഥഞ്ചന, ഒരിക്കലും ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരീരം എൻ്റെ ഉപകരണമാണെന്നുള്ള സത്യത്തെ ഞാൻ എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് പഠിപ്പിക്കണം. ഇപ്പം അങ്ങനെയല്ല, ഇത് തന്നെയാണ് ഞാൻ എന്നാണ് എത്രയോ ജന്മങ്ങളിലൂടെ ഞാൻ അതിനോട് ഒട്ടി നിൽക്കുകയാണ്. ആ ഒട്ടി നിൽക്കൽ അത് സത്യമല്ല എന്ന് ഇങ്ങനെ മഹാത്മാക്കളുടെ, ആചാര്യന്മാരുടെ, ഗുരുക്കന്മാരുടെ, ഈശ്വരൻ്റെ വാക്കുകൾ ഓർത്തോർത്ത് ഞാൻ എന്നെ പഠിപ്പിക്കുമ്പം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പോലെ കൊട്ടത്തേങ്ങ പോലെയാവും നമ്മൾ. നാളികേരം എത്ര ചിരണ്ടിയാലും ചിരട്ടേത് മുഴുവൻ വിട്ടുപോരില്ല. അതിൻ്റെ അംശമൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കൂലേ, അവസാനം കാണാമല്ലോ നമുക്ക് ചിരണ്ടി കഴിഞ്ഞാലും. പക്ഷെ കൊട്ടത്തേങ്ങ ആയാലോ അതിൻ്റെ തോരറ്റം പുല്ല് കഴിയുമ്പോൾ കുടുകുടുന്ന് കേൾക്കാം. കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കേൾക്കാൻ പറ്റും. അപ്പോൾ എന്താ, അതിൻ്റെ അകത്താണെങ്കിലും അകത്തൊരു ഒട്ടലുമില്ല. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള സാധനവും ഇപ്പോൾ ഒട്ടിയ കിടക്കണത്, അത് ഒട്ടാതിരിക്കണം ഈ ചിന്തയിലൂടെയാണ്. അതിന് ഒട്ടാതെ വന്നാൽ പിന്നെ നമ്മൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, ക്ലേശങ്ങൾ നമ്മളെ ബാധിക്കില്ല. അത് ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു സുഖകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. പിതാവാനതനയഃ വാവി യതി മൃത്യുവശങ്കതഃ മൂഢാഃ തം അനുശോചന്തി സ്വാത്മതാടനപൂർവകം. പിതാവാ തനയഃ വാ അപി, അച്ഛനാകട്ടെ മകനാകട്ടെ, യതി മൃത്യുവശങ്കതഃ, യതി ഈഫ് എങ്കിൽ, ഇതിന് മൃത്യുവശം മരണത്തിൻ്റെ പിടിയിൽപ്പെട്ടുപോയാൽ, മൂഢാഹതം വിഡ്ഢിയാണ്. എന്താണ് തം അവനെ ചൊല്ലി, ഈ മരിച്ചവനെ ചൊല്ലി, താടനപൂർവ്വം നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് വിഡ്ഢികളാണ്. അത് അച്ഛൻ മരിച്ചിട്ട് മോൻ കരഞ്ഞാലും, മോൻ മരിച്ചിട്ട് അച്ഛൻ കരഞ്ഞാലും, ആര് മരിച്ചിട്ടാരും അവനവൻ്റെ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ഢികളെ ചെയ്യുള്ളൂ, വേറെ ആരും ചെയ്യില്ല. നാരദർ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താ നാരദേ വിശേഷം, എന്ത് ഇപ്രാവശ്യം പോയിട്ട് കുറച്ച് താമസിച്ചത്? ഫസ്റ്റ് റൗണ്ടിലാട്ടോ നാരദരുടെ, ഇന്നലെ കഥ ശരിയാവുള്ളൂ. ഭഗവാനെ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം ഭയങ്കര നിലവിളി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. എനിക്ക് മനസ്സിലായില്ല ഇവരെന്തിനാ കരയണേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കരയുമ്പോൾ അങ്ങനെ വരുമായിരിക്കും. ഈ സങ്കടം വന്നിട്ടേ പോയാക്കകത്ത് കയറാലോ വേണമെങ്കിൽ, വിദ്യ അറിയാമെങ്കിൽ. ഞാൻ കുറേ നേരം കാത്തിരുന്നു. പോയ ആളകത്തേക്ക് ഒന്നുമില്ല. എന്നാൽ ഇനി കുറേ നേരം അടിച്ചു കഴിഞ്ഞ് ഇവർ മരിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കിയപ്പോൾ അവർക്കും മരണം കാണുന്നുണ്ട്. അപ്പോൾ മരിച്ചിട്ട് കരയണ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മരിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചവൻ തിരിച്ചു വരുന്നില്ല, കരണവൻ മരിക്കാതിരിക്കുന്നുമില്ല. നമ്മളെ തന്നെ ആചാര്യൻ ആ കഥകളിലൂടെ പറഞ്ഞു തരുന്നതാണ്. എന്തിനു ദുഃഖിക്കണം എന്ന് ചിന്തിക്കുക. കസ്തൂരിയുടെ പുത്രൻ, കസ്തൂരി സത്യസായി ബാബയുടെ ലൈഫ് ഹിസ്റ്ററി എഴുതിയ ആൾ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ രമേശ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടി എന്നറിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ടൈഫോയിഡ് രോഗത്താൽ മരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് ഭയങ്കര വിരക്തിയും വന്നു. ഈശ്വരനോട് അതൃപ്തിയായി. എന്ത് ഈശ്വരൻ? ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം ഭഗവാൻ ബാബയുടെ കാണാനുള്ള സന്ദർഭമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് സ്വാമിയുടെ അടുത്ത് താമസാക്കി. പിന്നീട് അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സുള്ളപ്പം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ജിയോളജിസ്റ്റായിരുന്നു, മൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വ്യക്തിക്ക് വലിയ രോഗമൊക്കെ ഉണ്ടായി. സർജറി ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് സർജറിക്ക് പോകുമ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ തിയേറ്ററിൽ നിന്ന്
ഇങ്ങനെ വന്നാൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരോടും യാത്ര പറയുകയാണ്. തിരിച്ചു വന്നില്ല, മരിച്ചു, സർജറി ടേബിളിൽ മരിച്ചു. ഈ മകൻ്റെ മൃതദേഹം ചിത്രാവതി തീരത്ത് ചിതയിൽ വെച്ച് ദഹിപ്പിക്കുമ്പോൾ അദ്ദേഹം വേദമന്ത്രം ജീവിക്കുകയാണ്. ഈ അച്ഛൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വളരെ വയോവൃദ്ധനാണ്. ഇതിൻ്റെ കൈ പിടിച്ച് കൊണ്ടുവരുമ്പം അദ്ദേഹത്തെ കൊണ്ടുവന്ന സഹായി ചോദിച്ചു, അങ്ങേക്ക് ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തിനാ ദുഃഖിക്കേണ്ടത്, ഞാനും അവനൊരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവൻ്റെ സ്റ്റേഷൻ ആദ്യം വന്നു, അവൻ ഇറങ്ങി. അടുത്ത സ്റ്റേഷൻ എൻ്റെയാണ്, ഞാൻ അവിടെ ഇറങ്ങും. നിനക്കുള്ള സ്റ്റേഷൻ വരുന്നുണ്ട്, നിനക്കും അവിടെ ഇറങ്ങേണ്ടി വരും. 40 or 50 വയസ്സുള്ളപ്പോൾ ഇളയ പുത്രൻ മരിച്ചപ്പോൾ ഇവിടെ ഈശ്വരൻ എന്ത് കാര്യം എന്ന് ചോദിച്ച് കരഞ്ഞ കസ്തൂരി വാർദ്ധക്യാവസ്ഥയിൽ ആ തത്വം ഉൾക്കൊണ്ടതിൻ്റെ വ്യത്യാസമാണ്. അവൻ്റെ സ്റ്റേഷൻ ആദ്യം വന്നു, അവനിറങ്ങി. എൻ്റെ സ്റ്റേഷൻ വരും, ഞാനിറങ്ങും. നിൻ്റെ സ്റ്റേഷനും മുന്നിലുണ്ട്. ഇത് പറയാൻ എളുപ്പമാണ്. ഇത് നമ്മൾക്ക് സ്വയം ബോധ്യപ്പെടുത്തി നമ്മൾ ഉറപ്പിക്കുക. അത് നെഗറ്റീവ് തോട്ടല്ല, സത്യസന്ധമായ സമീപനമാണ്. അപ്പം അതുകൊണ്ട് പിതാവായാലും പുത്രനായാലും എല്ലാം മരണത്തിൻ്റെ പിടിയിലാണ്. മൂഢാഹാത്തം അനുശോചന്തി, മാറത്തടിച്ച് നിലവിളിക്കുന്നവൻ വിഡ്ഢിയാണ്. നിസാരേ ഖലു സംസാരേ വിയോഗോ ജ്ഞാനിനാം യഥാ ഭവേത് വൈരാഗ്യഹേതു സ ശാന്തി സൗഖ്യം തനോതി ച. നിസാരേ ഖലു സംസാരേ. നിസാരേ സാരമില്ലാത്തതാണ്, കാമ്പില്ലാത്തതാണ്. ഏത്? സംസാരം. സം, ഇവിടെ ചില ആചാര്യന്മാർ സം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്ക് എടുക്കുക, കുറച്ച്. സാരം, കാമ്പ്. കുറച്ച് സാരമേ ഉള്ളൂ എവിടെ? ഈ ലോകത്തിൽ. ആ സാരം എന്താ? ഈ ശരീരം കൊണ്ട് ഈശ്വരനെ കണ്ടെത്തുക. ആ സാരമല്ലാതെ വേറൊരു സാരവും ഈ സംസാരത്തിലില്ല. പക്ഷെ നമ്മൾ ആ സാരം ഉപേക്ഷിച്ചിട്ട് ഇത് പെർമനൻ്റായിട്ട് നിലനിർത്താനും കൂടെയുള്ളതൊക്കെ പെർമനൻ്റായിട്ട് നിലനിർത്താനും ശ്രമിക്കുമ്പോഴാണ് ദുഃഖത്തിൻ്റെ ചങ്ങലകൾ ഒന്നിനു പുറകെ ഒന്നായി. കാരണം അസ്ഥിരമായതിനെ, അനിത്യമായതിനെ, ദുഃഖകരമായതിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ ആശ്രയദോഷം നമുക്ക് വരും. നിസ്സാരെ, സാരമില്ലാത്ത ഈ സംസാരത്തിൽ വിയോഗോ ജ്ഞാനിനാം യഥാ, ജ്ഞാനിക്ക് വേർപാട് വന്നാൽ, ജ്ഞാനിയായ ഒരുവന് ഇങ്ങനെയൊരു മരണമുണ്ടായാൽ ഭവേത്, സംഭവിക്കും. എന്ത്? വൈരാഗ്യഹേതു ശാന്തി സൗഖ്യം തനോതി ച. അതവന് വൈരാഗ്യത്തിന് കാരണമായിട്ട് മാറും. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭട്ടതിരിപ്പാടിന് തളർവാദം വന്നു. ആദ്യമായിട്ട് തളർവാദം ഭട്ടതിരിപ്പാടിനല്ല തന്നെ, ഭട്ടതിരിപ്പാടിന് ശേഷവും തളർവാദം പോലും വന്നിട്ടുണ്ട്. പക്ഷെ ഒരു നാരായണിയെ ഉണ്ടായുള്ളൂ. തളർവാദം വന്നവരൊക്കെ എഴുതുമായിരുന്നെങ്കിൽ എത്ര നാരായണി ഉണ്ടാവുമായിരുന്നു അല്ലേ? പാമ്പ് കടിച്ച് മരിക്കാൻ പോകുന്നുള്ള വാർത്ത പരീക്ഷത്ത് മാത്രമേ ആയിരിക്കില്ല കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ പലരും ജാതകം നോക്കുമ്പോൾ വിഷദംശനം മൂലം മരണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കില്ല. അതല്ല ഈ ലോകത്തിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പക്ഷെ ഒരു ഭാഗവത ഉണ്ടായുള്ളൂ. കാരണം എന്താ? അറിവുള്ളവന് കടുത്ത ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അവനതെന്തായി? അതവൻ്റെ ആത്മശാന്തിക്കും ആനന്ദത്തിനും കാരണമായിട്ട് മാറും. ഇംഗ്ലീഷിൽ പറയും എന്താ? ബ്ലോക്കിംഗ് സ്റ്റോൺ ബിക്കെയിം സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ഇങ്ങനെയാണോ അല്ലേ? പറഞ്ഞ തെറ്റുണ്ടോയെന്നറിയില്ല. തടുക്കാൻ വന്നതിനെ ചവിട്ടുപടിയാക്കി മാറ്റുകയാണ്. ദുഃഖങ്ങൾ നമ്മൾ ചവിട്ടുപടിയാണ്. ഭട്ടതിരിപ്പാട് പറയല്ലോ, അല്ലയോ രോഗങ്ങളെ, ഹേ രോഗാഹ നനു സുഹൃദഹ, നിങ്ങളെൻ്റെ കൂട്ടുകാരാണ്. ഇത് വന്നുകൊണ്ടാണ് ഞാൻ അവിടെ പോയിരുന്ന് നാമം ജപിച്ചത്. അതുകൊണ്ട് എന്തായി? എന്നേക്കുമായിട്ട് എൻ്റെ ദുഃഖവും പോയി, ശരീരത്തിന് സൗഖ്യവും കിട്ടി. ശരീരമാണ് ഞാനെന്നുള്ള ഇതും പോയി, അജ്ഞാനവും പോയി, ഞാൻ പരമാനന്ദത്തിലാണ്. പിന്നീട് എത്ര സുന്ദരമായിട്ടാണ് ജീവിച്ചത്. ആധ്യാത്മിക ജീവിതം ഭൗതിക ജീവിതത്തിന് ഒന്നും കൂടി രസം വർദ്ധിപ്പിക്കുക ചെയ്യുക. അതുകൊണ്ട് ഭൗതിക ജീവിതം ഉപേക്ഷിക്കുകയല്ല,
ഭൗതിക ദുഃഖത്തിന് കുറച്ചുകൂടി മണവും കുറച്ചുകൂടി രുചിയും ഉണ്ടാവും. ശ്രീകൃഷ്ണൻ ഇട്ട അത്ര മാല ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണനെ ഭഗവാൻ ശ്രീകൃഷ്ണനിപ്പോൾ മധുരയെ കഴിഞ്ഞ സമയത്ത് നമ്മളൊന്ന് വിളിച്ച് ഭഗവാൻ ആ ശരീരത്തിൽ കിടന്ന് മുഴുവൻ അങ്ങോട്ട് തന്നേക്കാമെന്ന് വെച്ചാൽ ഒരു സ്വർണ്ണക്കട തുടങ്ങാം അല്ലേ? ഗീത ഉപയോഗിച്ച കൃഷ്ണന് അതിൻ്റെ KM മുൻഷിയുടെ ഗീത കൃഷ്ണാവതാരത്തിൽ സുന്ദരമായിട്ടൊരു രംഗമുണ്ട്. ഭാഗവതത്തിൽ അധികം നോവൽ പോലെ എഴുതിയ വായിച്ചിരിക്കേണ്ട ഗ്രന്ഥമാണ്. അതിൽ ശ്രീകൃഷ്ണൻ മറ്റേ മണി മൂട്ടിച്ചു എന്ന് പറഞ്ഞ നാട്ടിൽ മുഴുവനും വാർത്ത വരുന്നല്ലോ. അപ്പോൾ താൻ മോഷ്ടാവാണെന്ന് ജ്യേഷ്ഠന് പോലും സംശയമുണ്ട് എന്നറിഞ്ഞപ്പം കൃഷ്ണനൊരു വിഷമായി. ഇനി ഭാര്യ അത് ബോധ്യപ്പെടുത്തുക, എൻ്റെ അനിയ നീ കക്കില്ല എന്ന് എനിക്കറിയാടാന്ന് പറയണ്ടേ? എന്താ നാട്ടുകാരിങ്ങനെയൊക്കെ പറയും, നീ അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം, പക്ഷെ മക്കളെ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്, ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതല്ല, അദ്ദേഹത്തിന് വരെ ഇനി അങ്ങനെങ്ങാനും പറ്റി കാണുമോ? അന്ന് ശ്രീകൃഷ്ണൻ അതിരാവിലെ എഴുന്നേറ്റു. ഭാഗവത്തിലെ കഥയല്ല കേട്ടോ, കൃഷ്ണാവതാരത്തിൽ സക്കല്ലതും കൂടി ഊരി. അത് ഈ അത് കിലോ കണക്കിനെ പറയാൻ പറ്റുള്ളൂ അല്ലേ, ഗ്രാം കണക്കിനെ പറയാൻ പറ്റുമോ? അവരുടെയൊക്കെ ഊരി ഭഗവാൻ കടപ്പൂരിയിൽ വെച്ചു. എന്നിട്ടൊരു വസ്ത്രം കീറിയിട്ട് ഒരു ചരട് പോലെ കീറിയിട്ട് അരയെ കെട്ടി മറ്റൊരു കീറ്റ കഷ്ണം കീറി കൗബീനമാക്കി മഞ്ഞപ്പൊട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ച് നടത്തും. എന്നിട്ട് അവിടെ ചെത്തി മിനിക്ക് വെച്ചൊരു വടി അങ്ങോട്ട് എടുത്തു, തോളത്തൊരു തോർത്തു വിട്ടു. ആ അരമനയിൽ നിന്നും ചക്രവർത്തി പദവിയിലിരുന്ന ഭഗവാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുക. എങ്ങടെ സമന്തകത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ താപസിയായിട്ട് ഞാൻ വനാന്തരങ്ങളിൽ കഴിഞ്ഞോളാം. പോവുകയാണ്, തീരുമാനിച്ച് പോവുകയാണ്. അവിടെ വരച്ച് കാണിക്കുന്ന ചിത്രം ഇത് അണിയാനും ഇതുപോലെ ഊരി മാറ്റാനും വിഷമമില്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് ഏത് ഭൗതിക സുഖം അനുഭവിക്കാം. കിട്ടി അനുഭവിച്ചു, ഇല്ലെങ്കിൽ വേണ്ട. നമുക്കതല്ല, കിട്ടുമ്പോൾ ആനന്ദം വരും, പോകുമ്പോൾ സങ്കടവും വരും. അത് ഹോട്ടലുള്ളത് കൊണ്ടാണ്. അതന്ന് കലാമതിയിലാണോ മാതൃഭൂമിയിൽ വരുമ്പം അദ്ദേഹം നമ്പൂരി, ആർട്ടിസ്റ്റ് നമ്പൂരിയുടെ സുന്ദരമായ ചിത്രമുണ്ട്. ആ വടിയും പിടിച്ച് ഇങ്ങനെ പോകുന്ന കൃഷ്ണൻ്റെ ഒരു ലൈൻ സ്കെച്ചുണ്ട്. സുന്ദരമാണ്, നിർമ്മമനായിട്ട്. ആ ഭാവമാണ് ഉണ്ടാകേണ്ടത്, ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ ഈ ജന്മത്തിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ നമുക്കത് ഉണ്ടായേ തീരൂ. ഭഗവാൻ ഉണ്ടാക്കി തരും. നമ്മളും കൂടെ യത്നിച്ചാൽ ഭഗവാന് ജോലി കുറവുണ്ട്. അപ്പം അത് ജ്ഞാനിക്ക് ദുഃഖങ്ങൾ ജ്ഞാനമുണ്ടാകാനുള്ള കാരണമായിട്ട് മാറും. ജന്മവാൻ യതി ലോകേസ്മിൻ തം അർഹിതം മൃത്യുരന്വഗാത് തസ്മാത് അപരിഹാര്യോയം മൃത്യുർജന്മവതാം സദാ. തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതും അർഹസി. ഗീത. ജന്മവാൻ ജനിച്ചാൽ, എവിടെ? അസ്മിൻ ലോകെ, ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ, തർഹി കണ്ടീഷനാണ്, അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ, തം മൃത്യുഹു അന്യുഗാത്, ജനിച്ച അന്നു മുതൽ അവൻ്റെ പുറകെ ആരുണ്ട്? മരണമുണ്ട്. ഈ കസാൻദാക്കീസ് അങ്ങനെ ഒരാളിൽ എഴുത്താറില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ജനിച്ച അന്നു മുതൽ മരണത്തിൻ്റെ ക്യൂവിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞു. മരണത്തിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ ഒരു ക്യൂ ഉണ്ടെന്നങ്ങ് സങ്കല്പിക്കുക. ജനിച്ച അന്ന് നമ്മൾ ഏത് ക്യൂവിൽ പോയി ചേർന്നു? ഈ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി. ഒരു ദിവസം കഴിയുമ്പം നമ്മുടെ ക്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെച്ചൂർ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിറന്നാൾ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പം നടത്തുന്ന അടിയന്തരം. ചിന്തിച്ചു പോവുക. പിറന്നാൾ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പം അവനവൻ നടത്തുന്ന അവനവൻ്റെ അടിയന്തരം. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവൻ്റെ പിറന്നാൾ. അച്ഛൻ പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയതിൻ്റെ
ഒന്നാം പിറന്നാൾ, രണ്ടാം പിറന്നാൾ, മൂന്നാം പിറന്നാൾ. നമ്മൾ ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ തന്നെ 60ാമത്തെ അടിയന്തരം. ഇത് തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്. ഈ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ വേറെന്നുണ്ട്, ടൈം കുറഞ്ഞതല്ലേ അർത്ഥം. ചിലപ്പോൾ അതിനായിരിക്കും ആഘോഷിക്കാൻ ആചാര്യം പറഞ്ഞേ, ചിന്തിച്ചോടാ ഇനി പഴയ സമയമില്ല. നമുക്കൊക്കെ അത്യാവശ്യമൊക്കെ മിഡിൽ പോർഷനൊക്കെ ഓടിക്കഴിഞ്ഞവരാണല്ലോ അല്ലേ, മധ്യഭാഗം പിന്നിട്ടവരായിരിക്കുമല്ലോ. അതുകൊണ്ട് മൃത്യുരന്യുക മരണം ഉറപ്പാണ്. തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി ഗീത. ഇവിടെ തസ്മാത് അപരിഹാര്യോയം അയം അപരിഹാര്യ, ഇതിന് പരിഹാരമില്ല. മൃത്യുഹു ജന്മവതാം സദാ, മരിച്ചവരൊക്കെ ജനിക്കും. ജാതസ്യഹി ധ്രുവോ മൃത്യുഹു മൃതം ജന്മമൃതസ്യജ തസ്മാത് അപരിഹാര്യത്തെ നത്വം ശോചിതും അർഹസി. ഗീത. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനമുണ്ട്. ഇതിന് പരിഹാരമില്ല അർജുന. നീ എന്തിനാ കുഞ്ഞെ കരയണേന്നർത്ഥം. നീ ആവശ്യമുള്ളവരും ഉണ്ട് കരയാൻ. പറയണം തസ്മാത് അപരിഹാര്യോയം മൃത്യുഹു ജന്മവതാം സദാ, ജനിച്ചവൻ്റെ കൂടെ സദാ ഉള്ള ആളുടെ പേരാണ് മൃത്യു. സ്വകർമ്മവശത സർവജന്തൂനാം പ്രഭാപ്യയോ വിജാനന്യപ്യവിദ്വാൻ യഹ കഥം ശോചതി ബാന്ധവാൻ. സ്വകർമ്മവശത ജന്തൂനാം, സർവജന്തുവിനെ. ജന്തു പറഞ്ഞാൽ ജനിച്ചതൊക്കെ ജന്തു. നമ്മൾ ഈ ജന്തു എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പറയേണ്ട, നമ്മളും ജന്തുക്കളൊക്കെ തന്നെയാണ്. ജനിച്ചവൻ ജന്തു, ജായതേ ഇത് ജന്തു. സർവജന്തൂനാം സ്വകർമ്മവശത, എല്ലാ ജന്തുക്കളും അവൻ്റെ കർമ്മത്തിൻ്റെ വശത്തിലാണ്. കാര്യദേഹ അവശകർമ്മ സർവജൈ പ്രകൃതിജൈ ഗുണൈ. ഗീത. നമ്മളുടെ കർമ്മത്തിൻ്റെ വാസനയുടെ അടിമയാണ് നമ്മൾ. നിഗ്രഹ കിം കരിഷ്യതി. ഭഗവാൻ ചോദിക്കാണ്, ഈ നിയന്ത്രിച്ചിട്ട് എന്താ കാര്യം എൻ്റെ അർജുന? ദാചാര്യന്മാർ കഥ പറയും. ഇവിടെ തക്ഷകനല്ലോ കാളിയ നടനൊക്കെ കഴിയുമ്പം ഭഗവാനൊരു പരുവാക്കിയല്ലോ ഇങ്ങനെ. അപ്പോൾ കാളിയൻ ചോദിക്കുന്നുണ്ട്, അതേ ഞങ്ങൾ എന്താണ് ജന്മന കോപിഷ്ഠരാണ്. ശ്ലോകം ഓർക്കുന്നില്ല. ജന്മന ഞങ്ങൾ കോപിഷ്ഠരാണ്. ഞങ്ങൾ ഖലന്മാരാണ്, ജന്മനാ ദുഷ്ടന്മാരുമാണ്. എങ്ങനെയായത്? എൻ്റെ വായിൽ വിഷം വെച്ചതെന്ന് ആരാ? ഞാനല്ലല്ലോ. വായിൽ വിഷം വെച്ചിട്ട് തുപ്പുമ്പോൾ വിഷം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ശരിയല്ലേ? നമ്മൾ ജനിച്ചപ്പോഴും നമ്മൾക്ക് എന്തുണ്ട്? ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഇതോടുകൂടിയല്ലേ ഞാൻ വന്നത്. ഞാൻ എന്നാ ഭഗവാനെ ചെയ്യേണ്ടത്? അവിടെ ഭഗവാൻ എന്താ പരിഹാരം? വിഷമുള്ളത് തെറ്റാന്ന് പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞു, അതേ കാളിയ കുഴപ്പമില്ല, നീ ഇവിടെ തിരുന്ന് വാ പൊളിച്ചാലേ കുഴപ്പമുള്ളൂ. എവിടെ? ഈ കാളിന്തി തീരത്ത് നീ വാ പൊളിക്കുമ്പോഴെന്താ ഇത് വിഷാവും. ഇവിടെ പശുക്കൾക്കും ഗോക്കൾക്കും ഗോകുമാരന്മാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. രമണകം വ്രജക വാരിധി മദ്യകം. ആ രമണക ദ്വീപിലേക്ക് നീ പൊക്കോളൂ, അവിടെ കിടന്നോളൂ, നീ വാ പൊളിച്ചോളൂ. കാരണം അവിടെ മനുഷ്യന്മാർ വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള അഴുക്കുകൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തോടത്തോളം കാലം അത് നമുക്ക് ശല്യമല്ല, അവർക്ക് ശല്യമല്ല. പാമ്പിൻ്റെ അകത്തിരിക്കുന്ന വിഷം പാമ്പിന് വിഷമല്ല, ആണോ? ഇപ്പം നമ്മുടെ ദുസ്വഭാവങ്ങൾ പുറത്തെടുക്കുമ്പോഴാണ് നമുക്ക് നാട്ടുകാർക്ക് ശല്യം ഉണ്ടാവണേ. അതിൽ കുഴപ്പമുണ്ടോ? ഉറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് വലിയ ഉപദ്രവമുണ്ടോ? കാരണം എന്താ? ഈ സാധനം ഉള്ളിൽ കിടക്കുകയാണ്, അന്നേരം പുറത്തേക്ക് വരുന്നില്ല. ആ ഉദാഹരണത്തിന് ഈ ഭാഗം മാത്രമായിട്ട് എടുക്കാവുള്ളൂ. അപ്പം നമ്മളുടെ ഈ സ്വഭാവ വൈകല്യങ്ങളെ നമ്മൾ മറികടക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്താണ്? ഈ കർമ്മത്തിൻ്റെ കീഴിലാണ്, അവശനായിട്ടാണ് സർവജന്തൂനാം എല്ലാ ജീവജാലങ്ങളും കർമ്മം ചെയ്യുന്നത്. പ്രഭവാപ്യയോ, അങ്ങനെയാണ് ജനനമരണങ്ങൾ സംഭവിക്കുന്നത്.
വിജാനൻ അപി, ഇതറിഞ്ഞിട്ടും യഹാ കഥം ശോചതി ബാന്ധവാൻ, ഇതറിഞ്ഞിട്ടും ബന്ധുക്കൾ മരിച്ചതിനെക്കുറിച്ച് എന്തിനു നീ ദുഃഖിക്കുന്നു? മകനോടാണ് പറയണേ. ബ്രഹ്മാണ്ടകോടയോ നഷ്ടാഃ സൃഷ്ടയോ ബഹുശോ ഗതാഃ ശുഷ്യന്തി സാഗരാ സർവേ കൈവാസ്താക്ഷണജീവിതേ. ബ്രഹ്മാണ്ടകോടയഃ നഷ്ടാഃ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഇവിടെ നഷ്ടമായി പോയിട്ടുണ്ട്, ഇല്ലാതെയായി പോയിട്ടുണ്ട്. സൃഷ്ടയഃ ബഹുശോ ഗതാഃ, ധാരാളം സൃഷ്ടിജാലങ്ങളും ബഹുശക വളരെയധികം ഗതാഹ പോയി മറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തു നോക്കുക, എത്ര പഴയ ആൾക്കാരുടെ പടം ഉണ്ടാവും ഉള്ള വീട്ടിൽ. ഇത് ഈ സൈഡിലിരിക്കണവരെ മുഴുവൻ നോക്കിക്കേ, ഇന്ന് നമ്മുടെ കൂടെയില്ല. സത്യസായി ബാബ ശരീരം വിടുന്നതിന് മുമ്പ് ഏതാനും മാസം മുമ്പ് പറഞ്ഞായി, അവതാര പുരുഷന്മാരുടെ വരെ ശരീരം നഷ്ടപ്പെടുന്നു, പിന്നെ നിൻ്റെ ശരീരം നിൽക്കുമെന്ന്. കൃഷ്ണൻ്റെ ശരീരം പോയില്ലേ, രാമൻ്റെ പോയില്ലേ, ശ്രീരാമകൃഷ്ണൻ്റെ പോയില്ലേ, ഈ ആചാര്യന്മാർ മുഴുവൻ ശരീരം പോയവരല്ലേ. പിന്നെ നമ്മുടെ നിൽക്കുന്ന വിചാരിക്കണതിൽ അർത്ഥമുണ്ടോ? അപ്പം ഇവർ പോയിട്ടും പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പോകാത്തതിൻ്റെ കൂട്ടത്തിലാണ് ഇവർ നിന്നത്. ഈ ക്ലാസ് എടുക്കുമ്പോൾ, സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികളോട് പറഞ്ഞു, നമുക്ക് മരണമില്ലാത്തതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കൂടെയൊക്കെ നടക്കണതെന്ന് കുട്ടികളോട് പറഞ്ഞു. 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, മരണമില്ലാന്ന് മരിക്കാതിരിക്കാൻ പറ്റുമോ ചോദിച്ചു. മരിക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചു. കുട്ടികൾ മരിക്കാന്ന് പറഞ്ഞാൽ ശരീരം പോണല്ലേ പറയാം. ഇപ്പോൾ ആകെ വെട്ടിലായിപ്പോൾ എന്നാ ഇപ്പോൾ ഉത്തരം പറയുക? നിറയെ കുട്ടികളിരിക്കുകയല്ലേ. അതിലും ഭഗവാൻ അതൊരു ആശയം തോന്നിച്ചു. ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് ഇന്ന് മനോരമയോ മാതൃഭൂമിയോ ഏതെങ്കിലുമൊക്കെ പത്രമായിരിക്കില്ല വരുത്തുക. അതിൻ്റെ അകത്ത് 16ാമത്തെ പേജ് എടുക്കുക. 16ാമത്തെ പേജിൽ എന്താ? നിര്യാതരായി കോളാണ്, ചരമക്കോളാണ്. അത് മുഴുവൻ കീറിയെടുക്കുക എല്ലാ പത്രത്തിൻ്റെയും. എന്നിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മുറി കിടക്കണം, ആ മുറിയിൽ മുഴുവൻ അത് ഒട്ടിക്കണം. ഇമാജിൻ ചെയ്യുക, ഇങ്ങനെ നോക്കിയാൽ മുകളിൽ ഒട്ടിക്കണം. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സഹായത്തിൽ മുഴുവൻ ഒട്ടിക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കിടക്കുക രാത്രി. അപ്പോൾ പെൺകുട്ടികൾ അയ്യോ എന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് വെച്ചു? പേടിയാവും എന്ന് പറഞ്ഞു. എന്തിനാ പേടിക്കണത്? ഒക്കെ മരിച്ചു പോയില്ലേ. എന്നിട്ട് ഇനി അതൊരു ദിവസം അങ്ങനെ. അടുത്തൊരു ദിവസം, അടുത്ത വെള്ളിയാഴ്ച ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, യേശു, സ്കൂളിലായിട്ട് പറയുകയാണ്, പിന്നെന്താണ്, ശ്രീശങ്കരൻ, വിവേകാനന്ദ സ്വാമി, ഇവരുടെ ഒക്കെ പടം ഒട്ടിക്കുക. എന്നിട്ട് ഉറങ്ങുക. എങ്ങനെ ഇരിക്കും? നന്നായിട്ട് ഉറങ്ങും. രണ്ടുപേരും പോയവരല്ലേ, രണ്ടുപേരും മരിച്ചവരല്ലേ. സമാധി എന്നുള്ള വാക്കൊക്കെ മാറ്റിയെടുത്ത സ്കൂളിൽ പറയുകയാണ് നമ്മൾ. രണ്ടുപേരും പോയവരാ. ഈ പത്രത്തിലെ പടം ഒട്ടിച്ചപ്പോൾ ഭയം വന്നു, ഇത് വന്നപ്പോൾ ഭയം വന്നില്ല. കാരണം എന്താ? ഇവർ ശരീരം പോയിട്ടും നമ്മുടെ കൂടെ ഇപ്പോഴുമുള്ളവരാണ്. എന്തുകൊണ്ട്? അവർ ശരീരമുള്ളപ്പോൾ അവർ കഴിഞ്ഞത് മുഴുവനും മരണമില്ലാത്ത ഒന്നിൻ്റെ കൂടെയാണ്, ഈശ്വരൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അവർക്ക് മരണമില്ല. അല്ലേ? നമുക്ക് പേടിയാവുമ്പോൾ ഷിർഡി ബാബയുടെയോ സത്സായി ബാബയുടെയോ അല്ലെങ്കിൽ ആരെയോ രാമൻ്റെയോ കൃഷ്ണൻ്റെ ലോക്കറ്റ് എടുത്തിട്ട് ഭഗവാനെ, അപ്പോൾ നമുക്ക് ഇരട്ടി ധൈര്യമാണ്. അവർ പ്രേതമായിട്ട് വരുമോ നമ്മൾ ചിന്തിക്കാറില്ല. കാരണം എന്താ? മരണമില്ലാത്ത തത്വത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞവൻ മരണമില്ലാത്തവരാ. അപ്പം എങ്ങനെയാണ് മരണമില്ലാണ്ടാവണേ? മരണമില്ലാത്ത ഒന്നിൻ്റെ കൂടെ കൂടുമ്പം നമുക്കും മരണമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വേറൊരാളാണ്, ഈ ശരീരമല്ല. ഈ തിരിച്ചറിവാണ് ശക്തി തരുന്നത്. അതിനാണ് ഈ ചിന്താപദ്ധതി. ബ്രഹ്മാണ്ടങ്ങൾ മുടിഞ്ഞുപോയിരിക്കണു, നൂറുകണക്കിന് ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. ശുഷ്യന്തി സാഗരാഹ, ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, എത്രയോ കടലുകൾ വറ്റിപ്പോയിരിക്കുന്നു, പുതിയ കടലുകൾ ഉണ്ടായിരിക്കുന്നു. ദിശ മാറിക്കൊഴുകുമ്പം പഴയ കടലില്ലാണ്ടാവും. കടലുകൾ വറ്റിപ്പോയിരിക്കുന്നു. സർവേ, ഇതെല്ലാം എന്താണ്? ക്ഷണജീവിതേ
കാ വാ ആസ്ഥ. അപ്പോൾ പിന്നെ ഈ അല്പജീവിതത്തിൽ നീ എന്തിനത്ര ആർത്തി പിടിക്കണത്? കടൽ പറ്റിപ്പോവും, പിന്നെ നിൻ്റെ ജീവിതം ബാധിക്കുമോ? കടലിൻ്റെ ജീവിതം എത്ര കാലത്തേക്കുള്ളതാണ്? എത്ര നൂറ്റാണ്ട് കഴിയുമ്പോൾ ഒരു കടലൊക്കെ ഇല്ലാണ്ടായി പോകുന്നല്ലേ, അല്ലെങ്കിൽ നദി പോലും ഇല്ലാതെയായി പോകുന്നത്. നമ്മുടെ ആകപ്പാടെ 10-70 വർഷം അല്ലെങ്കിൽ 10-80 വർഷം, അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ആവറേജ് എടുത്താൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ഈ ക്ഷണികമായ ഈ ജീവിതത്തിൽ നിനക്ക് എന്തിനാണ് ഇത്ര ആർത്തി? ചലത്പത്രാന്തലഗ്നാംബുബിന്ദുവദക്ഷണഭംഗുരം ആയു ത്യജത വേലായാം അവേലായാം കഃ തത്ര പ്രത്യയസ്തവ. ആയുഹു ചലത്പത്രാന്ത ദഗ്നാംബു ബിന്ദുവത്. ആയുസ് എന്ന് പറയണത് ഇളകിക്കൊണ്ടിരിക്കുന്ന ഇലത്തുമ്പിലെ വെള്ളം പോലെയാണ്. ശ്രീശങ്കരൻ മോഹമുദ്ഗരത്തിൽ ഭജഗോവിന്ദത്തിൽ പറയുമല്ലോ, എന്താ, നളിനി ദള ജല ജലമതി തരളം തദ്ജീവിതം അതിശയ ചപലം. ദേവരുടെ താമരയിൽ വെള്ളം ഉണ്ടാവും, ആ വെള്ളം ഇളകി ഇങ്ങനെ വിറച്ചുടിക്കും. അത് എത്ര നേരം ഉണ്ട് വെള്ളം അതിൻ്റെ മുകളിൽ? അതൊന്ന് ചെരിയണ വരെ. പിന്നെ എന്തായി? വെള്ളം മറ്റിലേക്ക് പോയി. അത്രേ ഉള്ളൂ നിൻ്റെ ജീവിതം. ഇവിടെ വ്യാസഭഗവാൻ പറയുന്നു, ഒരു ഇലത്തുമ്പ്, അതിൻ്റെ അറ്റത്തൊരു തുള്ളി വെള്ളം, ഇല എങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, ഏത് നിമിഷം എന്തു പോവും? ഈ വെള്ളത്തുള്ളി താഴെ വീഴും. ആ വെള്ളത്തുള്ളിക്ക് എത്ര ആയുസ്സുണ്ടോ ആ ആയുസ്സേ നിൻ്റെ ജീവിതത്തിനുള്ളൂ. അത് അവേലായാം ത്യജതി, അപ്രതീക്ഷിതമായിട്ടാണ് താഴെ പോകുന്നത്. തത്ര തവ കഹ പ്രത്യയ. ആ ജീവിതത്തെ നീ എന്തിനാണ് വിശ്വസിക്കുന്നത്, ആശ്രയിക്കുന്നത്? എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാന്തർവരു വഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഒരു നദി കുത്തി ഒഴുകുക, 2 തടികഷ്ണം വന്നു, അത് കൂടി ഒഴുകി, അടുത്ത തര ഒഴുകുമ്പോൾ 2 സ്ഥലത്തേക്ക് പോകും. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? എവിടെന്നോ നമ്മൾ ഒഴുകി വന്ന് ഒരു ദിവസം നോക്കിയപ്പം അമ്മയുടെ കട്ടിലേക്ക് കിടക്കണു. ജനിച്ചപ്പോഴേ ഒറ്റത്തടിയായിട്ട് എവിടെ ഒഴുകി നമുക്കറിയാൻ പറ്റില്ല, എവിടെ ഒന്ന് ഒഴുകി വന്നു. ഇപ്പോൾ 2 തടിയുണ്ട്, അമ്മയുടെ ഇടയ്ക്കൂടെയും അച്ഛൻ്റെ ഇടയ്ക്കൂടെയും തടി കുറേ ഒഴുകി. ഒരു തര വന്നപ്പം അച്ഛനെ അങ്ങോട്ടോ പോയി, അമ്മ അങ്ങോട്ട് പോയി, ഞാൻ അങ്ങോട്ട് പോയി, ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിൻ്റെ അടുത്തേക്കോ. പിന്നെ ആ 2 തടി ഒന്നിച്ച് ഒഴുകാൻ തുടങ്ങി. അടുത്ത തര വന്നപ്പോൾ അത് വീണ്ടും 2ആയി. ഇത്രയേ ഉള്ളൂ ജീവിതം. അതിൻ്റെ അപ്പുറത്തേക്കില്ല. മക്കളും അച്ഛനും അമ്മയും ബന്ധുക്കളും സമ്പത്തും ആരോഗ്യവും ശരീരം പോലും ഇങ്ങനെ നമ്മുടെ കൂടെ ഒഴുകുന്നതാണ്, നമ്മുടേതല്ല, നമുക്കുള്ളതുമല്ല, നമുക്ക് വേണ്ടിയിട്ടുമുള്ളതല്ല. ദേഹി പ്രാക്തനദേഹോദ്ധ കർമ്മണ ദേഹവാൻ പുനഃ തദ്ദേഹോദ്ധേന പുനരേവം ദേഹസദാത്മനഃ. ദേഹി പ്രാകൃതന, ഈ ദേഹി, ഇതിനകത്ത് ആത്മാവ് നേരത്തെ, ദേഹോദ്ധകർമ്മണ, ഈ തൻ്റെ കർമ്മത്തിനനുസരിച്ച്, പുനഃ ദേഹവാൻ, കർമ്മത്തിനനുസരിച്ച് ഈ ആത്മാവ് അതിന് പറ്റുന്ന ഒരു ശരീരം കണ്ടുപിടിക്കണു. തത് ദേഹോദ്ധേന പുനഃ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ കർമ്മത്തിനനുസരിച്ച് അടുത്ത ശരീരം കണ്ടുപിടിക്കും. ഏവം ആത്മനഃ, എങ്ങനെ ഈ ആത്മാവിന് സദാദേഹ, എപ്പോഴും ശരീരം കിട്ടിക്കൊണ്ടിരിക്കും. വേദാന്തം പറയുന്നു, അല്ലെങ്കിൽ ഭക്തിമാർഗം പറയുന്നു, ഈ പരിപാടി, ഈ കച്ചവടം നിർത്തണം. ഏതാ? ഈ വിട്ട അടുത്ത ശരീരത്തിൽ കയറി പിന്നെ ശരീരത്തിൽ കയറി പരിപാടി, ഇത് ഗതികേടാണ്. ഈ പണി നിർത്തി പെർമനൻ്റ് ആയിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും. ഇതെങ്ങനെയാണ് ശരീരം വിടുന്ന കർമ്മത്തിനനുസരിച്ച് കിട്ടണമെന്ന് പറഞ്ഞുതരാം. ഉദാഹരണം, കൊല്ലൻ്റെ ആല അല്ലേ, പഴയ തലമുറ ഉള്ളവർക്കൊക്കെ അറിയാം, പുതിയ കുട്ടികൾക്ക് പറഞ്ഞാൽ അറിയില്ല. അതെങ്ങനെ ഇതിൻ്റെ ഈ ഒലയെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ വായു ഇങ്ങനെ തള്ളി വരും, അപ്പോൾ അഗ്നി ഇങ്ങനെ ജ്വലിക്കും.
അവിടെ അദ്ദേഹം ഒരു പച്ച ഇരുമ്പ് വയ്ക്കണു. കുറച്ച് നേരം ചൂടടിച്ച് കഴിയുമ്പോൾ പച്ച ഇരുമ്പ് പഴുക്കും. അദ്ദേഹം ഒരു അരിവാളുണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ അരിവാളിൻ്റെ ചിത്രം എവിടെയുള്ളത്? അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ്, പച്ചിരുമ്പിലില്ല. ഉണ്ടോ? ഇഡ്ഡലി ഉണ്ടാക്കാൻ നേരത്തെ നമ്മുടെ കയ്യിലുള്ളത് മാവാ. ഇഡ്ഡലി ഷേപ്പ് എവിടെയുള്ളത്? നമ്മുടെ മനസ്സിലാണ്. ഈ മനസ്സിലുള്ള ഷേപ്പ് വരുത്താനാണ് ഇഡ്ഡലി തട്ട് വയ്ക്കണത്. ദോശയുടെ ഷേപ്പ് ഉള്ളെങ്കിൽ ഇഡ്ഡലി തട്ട് മാറ്റിയിട്ട് നമ്മൾ ദോശക്കല്ല് വയ്ക്കും. അപ്പോൾ ആദ്യം ദോശ ഉണ്ടായത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. ഉള്ളിലുണ്ടായ ദോശയാണ് പിന്നെ ഇതിൽ വരുന്നത്. അതാണ് ചിന്മയസ്വാമി വരുന്നത് ദോശ ചുടണമെന്ന് പറഞ്ഞ തെറ്റാണ്. കാരണം എന്താ? ദോശ ചുടണ്ട, ചുട്ടതിൻ്റെ പേരാ ദോശ. എന്നാലും നമ്മൾ വയ്ക്കും ദോശ ചുടട്ടെ എന്ന് ചോദിക്കും, ചായ ഇടട്ടെ എന്ന് വയ്ക്കും. ചായ എന്തിനിടണേ? ചായ രണ്ടാമത് ചൂടാക്കി കേടാ. എങ്കിലും ഉണ്ടാകാൻ പോകുന്നതിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് ആ ഇട്ടോളൂ എന്ന് പറയുകയാണ്. ഇടാൻ പോണത് വെള്ളമാണ്, തട്ടയിലൊഴിക്കാൻ പോണത് മാവാണ്. അതുപോലെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഈ കൊല്ലൻ്റെ ഈ ഇരുമ്പ് പണിക്കാരൻ്റെ ഉള്ളിലാണ് അരിവാളുള്ളത്. കാരണം അരിവാളുണ്ടാക്കി തരാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പച്ചിരുമ്പ് വച്ച് ഈ ഉള്ളിലുള്ള അരിവാൾ പച്ച ഇരുമ്പേലടിച്ചാവില്ല. അപ്പോൾ പഴിപ്പിച്ച് ഓരോ അടി അടിക്കുമ്പോഴും അതിനെന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അരിവാളിൻ്റെ ആകൃതി ഇങ്ങനെ രൂപപ്പെട്ടു വരും. അരിവാളിൻ്റെ ആകൃതി രൂപപ്പെടുമ്പോൾ ഇങ്ങനെ നോക്കും, മറച്ചു നോക്കും, കൊടിലുകൊണ്ടേ നോക്കി അരിവാളിൻ്റെ കറക്റ്റ് രൂപമായി കഴിഞ്ഞു എന്ന് കാണുമ്പോഴും ഇത് പഴുത്തായിരിക്കണത്. ഏതാ? ഈ അരിവാൾ കറക്റ്റ് ഷേപ്പായി കഴിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് മുക്കും. പിന്നെ പെർമനൻ്റാണ്, പിന്നെ അടിച്ചാൽ മാറില്ല. എന്താണ് പിന്നെ രാഗി മൂർച്ച ഉണ്ടാക്കുക? ഇങ്ങനെയല്ലേ ഉണ്ടാക്കണത്? ഇതുപോലെ ഈ ജീവാത്മാവ് ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഈ കൊല്ലൻ്റെ ആലയെ പഴിപ്പിച്ച ഷേപ്പിലാണ്. ഇതിന് ഏത് രീതിയിലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഷേപ്പ് കൊടുക്കാൻ പറ്റും. ഇപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ സദാ ഈശ്വരചിന്തയാണെങ്കിൽ ഈ ശരീരം വിടുന്നതാണ് ഈ വെള്ളത്തിൽ മുക്കണതിന് തുല്യം. ഭഗവാനെ നോർത്ത് വിടാനുള്ള മാനസികാവസ്ഥയാണെങ്കിൽ അതിന് പറ്റുന്ന ശരീരത്തിലേക്ക് പോകും. നമ്മുടെ കൊച്ചിരുമിനിയുടെ അച്ഛൻ ഇന്നലെ അദ്ദേഹം അന്തരിച്ചു. 3-4 ദിവസം മുമ്പ് കാണാൻ പോയി, 2 പ്രാവശ്യം കാണാൻ പോയി. അപ്പോൾ അദ്ദേഹം ഒരു 3-4 ദിവസം മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും പോയതിനും അതേ ഒരു സാമ്യത ഞാൻ കണ്ടു. നാമം ജപിച്ച് ജീവിക്കുന്ന ഇത് നമുക്കുള്ള പാടാട്ടോ. അച്ഛൻ പോയി എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് പോകണമെന്നില്ല, നമ്മുടെ കയ്യിരിപ്പനുസരിച്ച് നമുക്ക് വരുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ഒരു 3-4 ദിവസം മുമ്പേ അദ്ദേഹം കണ്ണം കടച്ചു. ആരെയും കാണാൻ താല്പര്യമില്ല, ശരീരത്തിന് അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മകളുണ്ട്, തിരുമനസൊക്കെ ഉണ്ട്. ഇപ്പോൾ കൃഷ്ണ കൃഷ്ണ എന്ന് വെച്ചാൽ മുകുന്ദ ജനാർദ്ദന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാക്കി പറയും. പിന്നെ ക്ഷീണം കൊണ്ട് അങ്ങ് നിർത്തും. അപ്പോൾ നമ്മൾ അടുത്ത് കൊല്ലിക്കൊണ്ടേ അതങ്ങ് ചൊല്ലി തുടങ്ങും. അപ്പോൾ അടുത്ത ഞാനും മതിച്ചേട്ടൻ ചോദിച്ചേ, അച്ഛൻ ഞങ്ങളെ മനസ്സിലായോ? അച്ഛനെ കാണാൻ വന്ന എന്തേ നോക്കാത്ത? താല്പര്യമില്ല. അപ്പോൾ അവിടെ അമ്മയുടെ അവിടെ നിന്നൊരു സന്യാസി വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞ് ഓർമ്മിപ്പിക്കല്ലേ. കാരണം മിണ്ടുമ്പോൾ നാമം ചെയ്യുന്ന ഉള്ളിൽ ഇപ്പോഴും ഭഗവാൻ, അതിൻ്റെ ഇടയ്ക്ക് സോമനും കേശവനും കത്തനാരും ഒക്കെ കയറി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ രൂപം മാറ്റല്ലേ. അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു വലിയ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ഓർമ്മയുള്ള സമയത്ത് മുഴുവനും അദ്ദേഹം അമ്മയുടെ സേവ ധാരാളം ചെയ്തിട്ടുണ്ട്. മാതൃവാണി ഓരോ വീടുകളിലും എത്തിക്കുകയും അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയും പറ്റുന്നവരൊക്കെ അദ്ദേഹം അങ്ങോട്ട് എത്തിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ വേദിയിരുന്ന് അദ്ദേഹത്തെ പരാമർശിക്കേണ്ട ഒരു ഓർമ്മയിൽ വന്നത്. ആ ജീവിതത്തിൻ്റെ മഹിമ കൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എഴുതി കുറിപ്പിച്ചു വന്നതല്ലല്ലോ. അത് ഒരു ക്ഷേത്രസന്നിധിയിലിരുന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയണത്. ആ നിരന്തര സ്മരണ കൊണ്ട് ആ കൾച്ചർ അദ്ദേഹത്തിന് നിറഞ്ഞു നിന്നു. ശരീരം പോകാറായപ്പോഴത്തേക്കും അത് സപ്പോർട്ട് ചെയ്യാൻ ഈശ്വരൻ ആൾക്കാരെ കൊടുത്തു. മക്കൾ ചുറ്റും നിന്ന് നാമം ജപിക്കുക. പകല് അച്ഛന് ഈ അവസ്ഥയിലുണ്ട്. ഇന്നലെ ശാന്തമായിട്ട് ഒരു പോകുന്ന 1 മണിക്കൂർ കണ്ണൂർന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി കണ്ണടച്ചു, ആളും പോയി. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? നിരന്തരം അതാണ്. ഈ കർമ്മത്തിന് അനുസരിച്ചാണ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത്. ഞാൻ എൻ്റെ ഉള്ളിൽ മുഴുവനും ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ ആ കൊണ്ടേ നടക്കണമെങ്കിൽ
അത് ഓർത്തുകൊണ്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചൊരു ശരീരമാണ് എനിക്ക് കിട്ടുള്ളൂ. ഭഗവാൻ തരുന്നതല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന പണം വച്ച് അതിന് പറ്റുന്ന സാധനം ഞാൻ വാങ്ങുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള രൂപ വെച്ചിട്ടല്ലേ എനിക്ക് തുണിക്കടയിൽ പോയി തുണി കിട്ടുള്ളൂ. ഇപ്പോൾ 2000 രൂപയുടെ ഷർട്ടുണ്ട്, എൻ്റെ കയ്യിൽ 1000 ഉള്ളെങ്കിൽ അദ്ദേഹം പറയും അപ്പുറം നോക്കൂ, അവിടെയാണ് ആ സെക്ഷൻ എന്ന് പറയും. 3000 വേണമെങ്കിൽ അപ്പുറം പോകൂ, അവിടെയാണ് ആ സെക്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഭഗവാൻ നമ്മൾ ശരീരം ചോദിച്ചു തരും, പറയും കണക്ക് നോക്കട്ടെ, വരുമ്പോൾ നിനക്ക് പറ്റിയ സാധനം ആ അലമാരയുണ്ട്, പറ്റിയെടുത്തോളാൻ പറയും. അത് ഭഗവാൻ തരുന്നതല്ല, നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കണയാണ്. അതുകൊണ്ട് നമുക്കാണ് അവസരം തന്നിരിക്കണേ. നീ നിൻ്റെ സത്കർമ്മങ്ങൾ കൊണ്ട് നിനക്ക് പറ്റുന്ന ശരീരത്തെ മേടിക്കുക. കർമ്മ നിയമത്തിൽ ഒരു ഇൻജസ്റ്റിസും ഇല്ല, ഒരന്യായവുമില്ല. പക്ക അവിടെ ഒരു റെക്കമെൻഡേഷൻ നടക്കില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് എത്ര വളച്ച് അവിടെ മൊഴി കൊടുത്താലും യമൻ്റെ കണക്ക് തെറ്റ് വരില്ല, അവിടെ കറക്റ്റ് കണക്കാണ്. ഇപ്പോൾ അകത്ത് കിടക്കുന്നവരുടെ മൊഴി അനുസരിച്ചാണല്ലോ ഇനിയിപ്പോൾ മാറാൻ പോണത് മുഴുവനും. ആലോചിച്ച് നോക്കൂ, അവർ എന്ന് അത് തുടങ്ങിയോ, എന്തെങ്കിലും അവിടെ പത്രവാർത്തയ്ക്ക് 2018 മുതലേ തുടങ്ങിയെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവർക്ക് ശാന്തിയുണ്ടോ? അയ്യപ്പൻ കളഞ്ഞാണോ അത് എടുത്തതിന് ശേഷമുണ്ടോ? ഇനിയിപ്പം ഈ അകത്ത് കിടക്കണവൻ്റെ വിധി പിന്നെ തീരുമാനമായി. പുറത്ത് കിടക്കണവൻ്റെ അവസ്ഥ എന്താ? എപ്പോഴാ തന്നെ ഏത് ഫോൺ വന്നാലും ED ആണോ അതാണോ SIT ആണോ എന്നുള്ള ചിന്തയല്ലേ. നമ്മൾ ഈ തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ ചിലപ്പം ഈ ഓപ്പൺ ടിക്കറ്റ് എടുത്ത് കയറും, എന്നിട്ട് ഈ സ്ലീപ്പറിൽ കയറും. TT വരുമ്പോൾ ഇങ്ങനെ ഞെട്ടല. നമ്മൾ കൊടുത്ത ബാക്കി കാശ് കൊടുത്ത് അദ്ദേഹം ഇരുത്തും. അങ്ങനെ തന്നെ നമ്മൾ ഇരിക്കുന്നത്. എങ്കിൽ പോലും എൻ്റെ കയ്യിൽ മതിയായ ടിക്കറ്റ് ഇല്ലല്ലോ എന്നുള്ളതുകൊണ്ട് ആവശ്യമില്ലാണ്ട് പരിഭ്രമിക്കുക. അദ്ദേഹം വരുമ്പോൾ അഡീഷണൽ പൈസ കൊടുത്താൽ നിയമമുണ്ട്. ഇതാണോ? ഓരോ കർമ്മങ്ങളും ചെയ്ത് ആ നിമിഷം മുതൽ അവനെ വേട്ടയാടുന്നുണ്ട്. അവൻ അറിഞ്ഞാലില്ലെങ്കിലും. അതാ വള്ളിക്കാലം പറഞ്ഞ മക്കളെ, കർമ്മഫലത്തിൻ്റെ കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ ഒരുത്തിനും വേണ്ടാത്ത ചെയ്യില്ല, ഒരുത്തിനും തീ തൊടില്ല. കാരണം എന്താ? തീ തൊട്ടാൽ അതിൻ്റെ കർമ്മഫലം പൊള്ളിക്കലാന്ന്. ആ ഇൻസ്റ്റൻ്റാണ് റിയാക്ഷൻ. മറ്റേതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് അല്ല റിയാക്ഷൻ. അതുകൊണ്ടാണ് ഇവന് വേണ്ടാത്ത ചെയ്യണത്. സ്വർണ്ണപ്പാളി പൊക്കിയാൽ 3-4 വർഷം കഴിഞ്ഞാലും വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് അറിയുന്നില്ലല്ലോ, വരികയില്ലെന്ന വിചാരേ. കർമ്മഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഓരോ അധർമ്മങ്ങളും മക്കൾ ചെയ്യുന്നത്. അറിവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യില്ല. ആരെങ്കിലും മനഃപൂർവ്വം പാമ്പിനെ പിടിച്ച് പോക്കറ്റിലിടുവോ? വാവാ സുരേഷ് വരെ സൂക്ഷിച്ചല്ലേ പിടിക്കുകയുള്ളൂ. അങ്ങനെയാണല്ലോ ഇതിൻ്റെ PhD എടുത്തയാൾ. അങ്ങനെ സൂക്ഷിച്ചാൽ പിടിക്കുകയുള്ളൂ. എന്നിട്ടും അദ്ദേഹത്തിന് കൊത്ത് കിട്ടുന്നുണ്ട്. അത് പാമ്പിൻ്റെ സ്വഭാവമാണ്. ഇദ്ദേഹത്തിനും കുഴപ്പമില്ല, അദ്ദേഹത്തിനും കുഴപ്പമില്ല. അതിനെ എടുക്കാന്ന് പറഞ്ഞാൽ അതിന് തരം കിട്ടിയ കൊത്തും. അതതിൻ്റെ നേച്ചറാണ്. അതിന് കർമ്മ നിയമം അത്ര ശക്തമാണെന്ന് അറിഞ്ഞുകൊള്ളണം. ഇവിടെ നമുക്കൊരു ധർമ്മമുണ്ട്. അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നുള്ളതല്ല. അമ്മ പറഞ്ഞ ഉദാഹരണം, താഴത്തെ നിലയ്ക്ക് തീ പിടിച്ചു, 3ാമത്തെ നിലയിൽ നിൽക്കണവനെ വിളിച്ചു, സഹായിക്കണേ പറഞ്ഞ് വിളിച്ചു. അവനെത്തി നോക്കിയിട്ട് പറഞ്ഞു, എന്നാ സഹായിക്കാനാണ്, നമുക്കതിൽ അപകടമില്ലല്ലോ. ഈ തീ എങ്ങടാ ഇനി കയറാൻ പോണേ? 2ാം നില പിന്നെ 3ാം നിലയ്ക്കാണ് പോകാൻ പോണേ. അവന് പിന്നെ ചാടാൻ പറ്റില്ല. ഈ താഴെ പിടിച്ചേക്കണ തീയ് നമ്മളെയും കൂടെ ദഹിപ്പിക്കാനാണെന്ന് അറിവുണ്ടെങ്കിൽ ആ തീ കത്തുന്നിടത്ത് നമ്മളും കൂടെ ചൊല്ലും അണയ്ക്കാൻ. അതുപോലെ ഈ കാണുന്ന അധർമ്മങ്ങൾ, ധർമ്മം പരിപാലിക്കപ്പെടേണ്ട ക്ഷേത്രസങ്കേതങ്ങൾ അധർമ്മത്തിൻ്റെ പെക്കുത്തുകളാകുമ്പോൾ ധർമ്മസംരക്ഷകരാകേണ്ടത് നമ്മളോരോരുത്തരുമാണ്. അതിൻ്റെ അകത്ത് വിട്ടു നിന്നിട്ടൊന്നും കാര്യമില്ല. അത് അധർമ്മമാണ്. അതിൻ്റെ ശിക്ഷ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഭാരതത്തിൽ ഒരിക്കലും ആചാര്യന്മാർ, സന്യാസിമാർ പൊതുരംഗത്തേക്ക് ഇറങ്ങാറില്ല. ധർമ്മോപദേശം അവർ കൊടുക്കാറുള്ളൂ. അവരെപ്പോഴെങ്കിലും രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അധർമ്മത്തിന് അത്ര കേടുവന്നു എന്നുള്ളതാണ്. അല്ലേ, കഴിഞ്ഞ മാസമാണ് ധർമ്മസംരക്ഷണ യാത്ര നടത്തിയത്. അതിൻ്റെ അകത്ത്
ഒരു നല്ലൊരു ശതമാനം സന്യാസിമാർ കൗവീനധാരികളായി മഹാഗുരുക്കന്മാരുടെ നിന്ന് ജീവിതത്തിലേക്ക് വേണ്ടി ശരിയായ ലക്ഷ്യബോധത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചവരാണ്. നല്ല കാലത്ത് തൊഴിലില്ലാത്തവരുടെ സന്യസിക്കാൻ പോയവരല്ല. അവർ വീണ്ടും ഈ സങ്കരത്തിലേക്ക്, യുദ്ധഭൂമിയിലേക്ക് വന്നതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്താ ലക്ഷ്യം? ധർമ്മ സംരക്ഷണത്തിന് താൻ പ്രവർത്തിക്കണമെന്നുള്ള ബോധം. ശ്രീശങ്കരൻ എന്തിനായി തെക്ക് വടക്ക് നടന്നു മുഴുവനും? ആർക്ക് വേണ്ടിയിട്ടാണ്? പരമാനന്ദത്തിൽ ലയിച്ചിരുന്നയാൾ. ഇവിടെ വരുന്നവർക്ക് ക്ലേശമാണ്. ആധുനിക കാലത്ത് അമ്മ പറയുന്നുണ്ട്, ഞാൻ രത്നം വിൽക്കാൻ വന്നതാണ് അവിടെ, പക്ഷേ ഇപ്പം ഞാൻ വിൽക്കുന്നത് മത്തിയും അയിലയാണ്. അമ്മയ്ക്ക് അവിടുത്തെ ഉദാഹരണം പറഞ്ഞതാണ്. രത്നം വിൽക്കാൻ, ഈ ജ്ഞാനം വിൽക്കാൻ, ഈ ആത്മാനന്ദം നിങ്ങൾക്ക് തരാമെന്നതാണ് ഞാൻ. പക്ഷെ ഇത് മേടിക്കാൻ എൻ്റെ അടുത്ത് വന്നവർ മുഴുവനും ചാളയുണ്ടോ മത്തിയുണ്ടോ എന്നാണ് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അത് നശിച്ചു പോകുന്ന സുഖസൗകര്യങ്ങൾ ചോദിക്കാനാണ് നമ്മളൊരു മഹാതപസ്യ ഇപ്പോഴും നമ്മൾ സമീപിക്കുന്നത് എന്നർത്ഥം. ഇവരെപ്പോലുള്ള മഹാപുരുഷന്മാർ എന്തിന് ഈ ദുരിതങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ച് നമ്മുടെ ഇടയിൽ നിൽക്കുന്നു? നമ്മളുടെ ശാന്തമായ ഭൗതിക ജീവിതത്തിന്, ആധ്യാത്മിക ജീവിതത്തിന്. അവിടെ നമുക്ക് ചെയ്യാനുള്ള ചെയ്യണം. അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനെ പഠിപ്പിക്കാനും പ്രായമാക്കാനും അറിവ് കൊടുക്കാനേ പറ്റുള്ളൂ. കൊടുത്ത അവസരം നന്നായിട്ട് ഉപയോഗിക്കേണ്ടത് മകളുടെ ധർമ്മമാണ്. അച്ഛനും അമ്മയ്ക്ക് അതല്ലേ വാരി കൊടുക്കേണ്ട സമയത്ത് വാരി കൊടുത്തു. ഇതുപോലെ നമ്മൾക്ക് ധർമ്മബോധം തരാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടച്ചിട്ട് ആ ധർമ്മബോധം വച്ച് ധാർമ്മികമായി ഈ അധർമ്മികൾക്ക് എതിരായിട്ടുള്ള സമീപനം എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ധർമ്മരക്ഷണത്തിന് വേണ്ടിയിട്ട്. ചിന്മയാൻ സ്വാമി പറഞ്ഞ വാക്ക് വ്യക്തിപരമായിട്ടൊരു പൊളിറ്റിക്സിനോടും നമുക്ക് ചിന്മയാൻ സ്വാമി ശബരിമലയിൽ അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായ ശേഷം പിന്നെ അദ്ദേഹം ചെയറിലെടുത്തുകൊണ്ട് പോയത്. അവിടെ 18-ാം പടിയുടെ മുകളിൽ കയറി അവിടെ വന്ന് പത്രക്കാരിങ്ങനെ വളർന്നപ്പം 80-കളിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സ്വാമി അങ്ങേക്ക് ഒരു മെസ്സേജ് തരാവോ ശബരിമലയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, വി സന്യാസിൻസ് നൗ, ഞങ്ങൾ സന്യാസിമാർ ഇപ്പോൾ നിങ്ങളുടെ നേരെ കൈ നീട്ടുന്നത് വോട്ടുദാന, നോട്ട് ഫോർ ഭൂമിദാന. വോട്ടുദാനമാണ് ചോദിക്കുന്നത്, എനിക്ക് ഭൂമിദാനം വേണ്ട. ഇപ്പോൾ ഏതൊരു പത്രക്കാരൻ ചോദിച്ചു, സ്വാമിജി അങ്ങ് അങ്ങനെ പറയണത്? കാരണം ധർമ്മം അത്യപകടത്തിലേക്ക് നീങ്ങുന്നു. ഏത് കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു? ക്രാന്തദർശിത്വം പോലെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ധാർമ്മികർ ഇവിടെ വന്നില്ല എങ്കിൽ ധർമ്മം വളർത്തേണ്ട ധർമ്മഭൂമി അധർമ്മം നട്ടു വളർത്തുന്ന ഭൂമിയായിട്ട് മാറും. അതിലിപ്പോൾ നടന്നു മുഴുവനും. അവിടെ സംരക്ഷിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള ആയുധം എന്താണ്? ഒരു ഓട്ട. അത് എവിടെയാണോ ധർമ്മ സംരക്ഷണം നടക്കണമെന്നോ നമുക്കുറപ്പുള്ള അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള യുദ്ധമാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയത്. ഗീത ഇവിടെ അർജുനോട് പറഞ്ഞ വാക്കാണ്. അർജുന, നീ ചെയ്ത് നീ നിന്നെ ഉയർത്ത്. ആ തലത്തിലാണ് അർജുനോ. അപ്പോഴ് സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞത് 18-ാമത്തെ അധ്യായത്തിലെത്തിയ അർജുനോടാണ്. ഈ അധ്യായം അർജുനോടൊരു നീ എഴുന്നേക്കാദ്യം. വിവേൻ സ്വാമി പറഞ്ഞു, നീ കിടന്നുകൊണ്ടാണ് കൈയൊന്ന് പൊക്കെ ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിക്കാം. കമന്ന് കിടന്നാൽ പിന്നെ പിടിച്ച് എങ്ങനെ എഴുന്നേൽപ്പിക്കാനാ? അത്രയെങ്കിലും ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ആലോചിച്ച് നോക്കുക. അപ്പം ഈ കർമ്മങ്ങളാണ് നമ്മളെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത്. യഥാ ത്യജതി വൈജീർണം വാസോ ഗൃഹ്ണാതി നൂതനം തദാജീർണം പരിത്യജ്യ ദേഹി ദേഹം പുനർനവം ഭജത്യേവ സദാ തത്ര ശോകസ്യാവസരക്കുതഃ ആത്മാന മ്രിയതേ ജാതു ജായതേ ന ച വർദ്ധതേ. കഥയുടെ ഭാഗം കഴിഞ്ഞ് കാര്യം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും വിസ്തരിക്കണം പോക്ക് കണ്ടില്ലേ? കഥയുടെ ഇടയ്ക്ക്, അതായത് പഴത്തിൻ്റെ ഇടയ്ക്ക് ഗുളിക വെച്ച് തന്നെ പോലെ. കുരു തുപ്പിക്കളയരുത്. കുഞ്ഞ് മരുന്ന് കഴിക്കലായിരുന്നു. അമ്മ പഴത്തിൻ്റെ ഇടയ്ക്ക് ഗുളിക വെച്ച് കൊടുത്തു. കഴിച്ച് മക്കളെ എങ്ങനെയായിരുന്നു? നല്ല പഴമായിരുന്നു, എൻ്റെ ഇടയ്ക്ക് ഒരു കുരു ഉണ്ടായിരുന്നു, അത് ഞാൻ തുപ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അമ്മ ഇതെങ്ങനെയെങ്കിലും അവൻ്റെ ഉള്ളിൽ വയ്ക്കാനാണ് നോക്കണേ.
ഇപ്പോൾ ഈ രാമകഥയാകുന്ന പഴത്തിൻ്റെ അകത്ത് വ്യാസഭോഗം വെച്ച മരുന്നാണിത്. യഥാതജതി വൈജീർണം വാസഹ, വാസം വസ്ത്രം, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. ഗീത എല്ലാം ഒന്ന് തന്നെയാണ്. യഥാതജതി വൈജീർണം വാസോ ഗൃണ്ണാതി നൂതനം. നമ്മൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ജീർണിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നുമ്പം, ഉടുപ്പില്ലാത്തവന് കീറിയാലും ചീത്തയായിട്ട് തോന്നില്ല. ഒത്തിരി ഉടുപ്പുള്ളവന് ചെറിയൊരു മുഷിച്ചിൽ ഒന്നും കൊള്ളില്ല. അതുപോലെയാണ് എപ്പോഴാണോ ഈ നമ്മുടെ വസ്ത്രം നമുക്ക് പറ്റില്ല, ജീർണിച്ചു എന്ന് മനസ്സിലാക്കി നമ്മൾ പുതിയതൊന്ന് സ്വീകരിക്കുന്നത്, തഥാ ജീർണം പരിത്യജ്യ ദേഹി ദേഹം പുനർനവം. അപ്പോൾ എന്തു ചെയ്യും? ഈ ആത്മാവ്, ഈ ജീവാത്മാവ് ഇത് കളഞ്ഞിട്ട് പുതിയ ഉടുപ്പെടുത്തിടും, പുതിയ ശരീരം എടുത്തിടും. അവിടെ ചിന്മയാനന്ദ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുട്ടികൾ മരിക്കണതോ? അത് പുതിയ ഉടുപ്പല്ലേ? ശരീര ഉടുപ്പാണെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ പോയത് അത്യാവശ്യം പഴക്കമൊക്കെ ആയി കഴിഞ്ഞു, ഇനിയിപ്പോൾ പോയാലും ഒരു കുഴപ്പമൊന്നുമില്ല. ഈ കുട്ടികൾ മരിക്കണോ? അതുകൊണ്ടാണ് ആ വാക്ക് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്? ഉടുപ്പ് പഴയതാണോ പുതിയതാണോ തീരുമാനിക്കേണ്ട ആരാ? അവനവനാണ്. 10-25 ഉടുപ്പുള്ളവന് ഒരു ഉടുപ്പിന് ചെറിയ കറ വന്നപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയും. ആകെപ്പാടെ 2 ഉടുപ്പുള്ളവനാണെങ്കിലോ അവൻ വല്ല ബ്ലീച്ചിങ് പൗഡറൊക്കെ കൊണ്ടത് മാറ്റിയിട്ട് ഇതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഇത് പഴയതാണോ പുതിയതാണോ തീരുമാനിക്കണം അതിൻ്റെ ഉടമയാണ്, നാട്ടുകാരല്ല. അതുപോലെ ആ കുഞ്ഞിന് അതനുഭവിക്കാനുള്ള പ്രാരബ്ധമുള്ളെങ്കിൽ ആ ശരീരം അവനെ സംബന്ധിച്ച് പഴകിക്കഴിഞ്ഞു, അവൻ പുതിയ ശരീരത്തേക്ക് പോകും. തഥാജീർണം പരിത്യജ്യ. അതുപോലെ ഈ ആത്മാവ് ഈ ശരീരത്തെ ത്യജിച്ചിട്ട് പുനർനവം പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. ഭജത്യേവ സദാ തത്ര ശോകസ്യ അവസരക്കുതക. ഇതിലെവിടെ കരയാനുള്ളത്? എൻ്റെ ഉടുപ്പ് കളഞ്ഞിട്ട് ഞാൻ പുതിയ ഉടുപ്പിന് കരയാനുണ്ടോ? അതുപോലെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാന മ്രിയതേ ജാതു സ്റ്റേറ്റ്മെൻറ്റാണ്, പ്രസ്താവനയാണ്. ആത്മാ ജാതു ന ജായതേ. ആത്മാവ് ജാതു ഒരിക്കലും ന ജായതേ ജനിക്കുന്നില്ല, ന വർദ്ധതേ വലുതാകുന്നില്ല, ന മ്രിയതേ ച മരിക്കുന്നുമില്ല. ജനിച്ചതെല്ലാം വളരും, മാറ്റം വരും, ക്ഷീണിക്കും, നശിക്കും. ഷഡ് വികാരങ്ങൾ, 6 മാറ്റങ്ങൾ. നമ്മൾ ജനിച്ചു, വളർന്നപ്പോൾ മാറ്റം വന്നു ഇല്ലേ? ശരീരത്തിന് ആകെ മാറ്റം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ ഏത് ജീവജാലങ്ങളും, ചെടിയാണെങ്കിൽ 2 ഇല 4 ഇല 10 ഇല പൂവ് കായ, അത് വളർച്ചയുടെ ഒരു ഘട്ടം ചെന്ന് കഴിഞ്ഞാൽ വർദ്ധതയെ വർദ്ധിച്ചു. പിന്നെ എന്താ കാണുന്നത്? വളർച്ച നിൽക്കും. നമ്മൾ വളർന്നുകൊണ്ടേയിരുന്ന എന്തായിരുന്നു സ്ഥിതി? പിന്നെ കാണുന്നത് വിപരിമണ്യതേ, താഴത്തേക്കാണ് വളർച്ച അല്ലേ? പടവലങ്ങ പോലെയാ. പിന്നെ നരയ്ക്കണു, കുരയ്ക്കണു, നട്ടും ബോൾട്ടുള്ള സന്ധികൾ വേദന വരുന്നു. അപക്ഷീയതയെ നശിച്ചു തുടങ്ങുകയാണ്. ഒരു ദിവസം നശ്യന്തി, കാണാതെയാവും. ജനിച്ചതിനെല്ലാം ഉണ്ട്, പക്ഷെ ആത്മാവ് ജനിച്ചിട്ടില്ല. അതുകൊണ്ടത് വളരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും മരിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഭരത മക്കളെ നീ വിഷമിക്കണത്? ഇനിയൊരു 5-6 ശ്ലോകങ്ങളോടുകൂടി ഈ സർഗം നമുക്ക് തീരും. പ്രസാദത്തിനുള്ള സമയമായി. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.